നമ്മളെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് 15 ബുധൻ, ഇന്ന് ബുധനാഴ്ചയാണ്. ബുധൻ വിഷു ആണ് ഇന്ന്. അപ്പൊ എല്ലാവർക്കും ഇന്ന് ലീവാണ്. എല്ലാവരും എന്ന് വെച്ചാൽ സ്കൂള് പൂട്ടി. അനിയത്തിക്ക് ലീവാണ്. അനിയൻ കടന്ന് ഉറങ്ങുന്നുണ്ട്. അവിടെ ഉറങ്ങുന്ന ഫോൺ കളിക്കുന്നതെന്ന് അറിയില്ല. അനിയത്തി അവിടെ കുഞ്ഞിനെ തിന്നിപ്പിക്കാന് കുഞ്ഞിന്റെ സൈക്കിളിൽ ഓളെങ്ങനെ തിന്നാത്തോണ്ട് ഓളെ തിന്നിക്കാണ്. അപ്പൊ എന്റെ ഉമ്മ ഇവിടെ ഉണ്ട് കിച്ചണില്. അപ്പം ചൂടാണ്. രാവിലെ എന്തുവാ? ദോശയും മുട്ട വറവ്. ഇന്നലെ വെച്ച ചിക്കൻ കറിയിലേക്ക് മുട്ടയിട്ട് വറവാക്കി ദോശ. നല്ല പാൽച്ചായ ദോശ ഇടാക്കിക്കൊണ്ടുണ്ട്. അപ്പൊ നമുക്ക് ബാക്കി വിശേഷം കാണാം. അങ്ങനെ ഇപ്പൊ കടന്നതെല്ലാം മടക്കി വെക്കാൻ വേണ്ടി പോവാന്ന്. എന്താ പറയല്, ഭയങ്കര ചൂടല്ലേ. ചൂട് കൊണ്ട് നിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഇതെല്ലാം ഒന്ന് ഞാൻ ബിയം വൃത്തിയാക്കി എടുക്കട്ടെ. ഞാൻ വീഡിയോയിൽ അങ്ങനെ കാണിച്ചിട്ടില്ല. ഇതെന്റെ മോളെ കളിക്കുന്ന ഏരിയ ആണ്. കുറച്ച് കളിക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇതിപ്പോ ഞാൻ സെറ്റാക്കി വെച്ചതാണ്. കുറെ കഴിയുമ്പോൾ അതിനെ കൊളാക്കിക്കോളും. ഒക്കെ ഇത് ഞാൻ വാങ്ങിക്കൊടുത്തതാണ്. അവളെ ബർത്ത്ഡേന്റെ സമയത്ത് ഓർഡർ ആക്കിയിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ബർത്ത്ഡേന്റെ 2 ദിവസം മുന്നേ ഓർഡർ ആക്കിയിരുന്നു. പക്ഷെ കിട്ടിയിട്ടുണ്ടായിട്ടില്ലേ. ബർത്ത്ഡേ കഴിഞ്ഞിട്ടുള്ള 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് കിട്ടിയിന്. ഇതൊന്ന് ബാപ്പാവും ഞാനും എത്തിയിട്ട് വാങ്ങിക്കൊടുത്തതാണ്. എന്ത് വാങ്ങിക്കൊടുക്കണം എന്ന് അറിയുന്നുണ്ടായിട്ടില്ല. എന്താ വെച്ചെങ്കിൽ ഇതാ കുറേ വണ്ടി ഗിഫ്റ്റായിട്ട് കിട്ടീന്. അങ്ങനെ എല്ലാം കിട്ടിയിരുന്നല്ലോ. അപ്പം നമുക്ക് എന്ത് വാങ്ങിക്കൊടുക്കണ്ടേന്ന് അറിഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ കളിക്കുന്ന തന്നെ വാങ്ങിക്കൊടുക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഇത് വാങ്ങിക്കൊടുത്തത്. പക്ഷെ ഉള്ളിലിരുന്ന് നിലവാല് കളിക്കും. അല്ല കളിക്കുന്ന തൊട്ട് പിന്നെ ആ വണ്ടിയിലേക്ക് ഇട്ട് ഇതിൻ്റെ ഉള്ളിൽ നിലവാല് കളിച്ചോളും. അതാണ് ഇത്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. നല്ല റേറ്റ് ഉണ്ട്. പക്ഷെ മോശമില്ല, കുഴപ്പമില്ല. റേറ്റിന് ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്, ഇല്ല ചോദിച്ചാൽ ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പൊ ഇതാണ് സംഭവം. അങ്ങനെ നമ്മളെ പണിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മ ഒരു ഗെയിം കളിക്കാൻ പോകാൻ. എല്ലാവരും ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഗെയിമെല്ലാം കളിക്കാൻ. അപ്പൊ നമ്മൾ മാഗി ചാലഞ്ച് ഗെയിം കളിക്കാൻ. അങ്ങനെ അനിയൻ മാഗി ഉണ്ടാക്കാന്ന്. നമുക്ക് എന്നിട്ട് കളിക്കാം. വെറുതെ ഒരു സമയം പോക്കിന് വേണ്ടിട്ടാ. നമ്മൾ അനിയത്തിക്ക് ലീവ് ഉണ്ടാകുമ്പോൾ നമ്മ ഇങ്ങനെയെല്ലാം കളിക്കും. അങ്ങനെ നമ്മ ചോറ് വയ്ക്കാൻ പോവാന്ന്. നമ്മ 3 ആളുണ്ട്. അനിയൻ കളിക്കാൻ പോയിട്ടുണ്ടോ? ഇപ്പോഴൊന്നും വരില്ല. ചോറിന് കൂട്ടാൻ നല്ല ഇതെന്ത് കറി? കൂട്ടി കറി എന്ന് പറയാം. പിന്നെ നല്ല ചോറ് അച്ചാറും ഉണ്ട്. നമുക്ക് കൂട്ടി കഴിക്കാം. നല്ല കാറ്റ് അടിക്കുന്നുണ്ട്. അപ്പൊ നല്ല സാലഡ് ആക്കിയിട്ടുണ്ട് ഉമ്മ. പിന്നെ അച്ചാറും നല്ല ഇതപ്പഴം നാരങ്ങ അച്ചാറ് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ബേക്കാം. അങ്ങനെ ഉമ്മ വൈകുന്നേരം ആകുമ്പോൾ കായ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉമ്മ പറഞ്ഞ് കായ് ഇങ്ങനെ വാടിപ്പോവല്ലോ. അപ്പൊ ഉമ്മനെ നമുക്ക് കായലപ്പം ചൂടാ. കൊറേ ആയാലും കായലപ്പം ചുട്ടിട്ടില്ല. അങ്ങനെ പറയുമ്പോൾ നമ്മ എണ്ണക്കടിയിൽ ലാസ്റ്റ് ഉണ്ടാക്കിയ നോമ്പിനാണ്. പിന്നെ നമ്മ ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ഉണ്ടാക്കലും ഇല്ല. പിന്നെ ഉമ്മാൻ്റെ കായലപ്പം ചൂടാന്ന്. അങ്ങനെ കായലപ്പം ചൂടാന്ന്. ഉമ്മ ഇതാക്കുമ്പോക്ക് ഞാൻ പോയി ഫ്രഷായി വരട്ടെ. ഞാൻ ഫ്രഷായി വരുമ്പോക്ക് ഉമ്മ ഇതിവിടെ അപ്പെല്ലാം ചുട്ടിട്ട് ഇല്ല ഉമ്മ വെച്ചിട്ടുണ്ട്. ഇതാ കായലപ്പം. ഇതെന്ത് ഇട്ട മഞ്ഞ കളറാവാന്? നല്ല മൊരിക്കണം എന്നാലേ ടേസ്റ്റ് ഉണ്ടാവും. നല്ല പാൽ ചായയും അടിപൊളിയായിരിക്കും. കുഞ്ഞ് ഉറങ്ങുന്നില്ലതാണ്. കണ്ടാവും ഉമ്മാന്റെ ഫോണില് ജസ്റ്റ് ഷോർട്സ് ഇടാൻ വേണ്ടിട്ട് ഉമ്മ അവിടെ വെച്ചിങ്ങനെ എടുക്കുന്ന തിരക്കിലാന്നുണ്ടായത്. ഞാൻ ഫ്രഷ് ആവാൻ പോകുന്ന സമയം കൊണ്ട് ഞാൻ വീഡിയോ ഇപ്പൊ എടുത്തു കൊടുക്കാത്തതല്ല, എനിക്ക് സമയം കിട്ടില്ല. സത്യത്തിൽ എഡിറ്റ് ആക്കാൻ സമയമില്ല. കുഞ്ഞി ഇല്ലോണ്ട് എനിക്ക് കഴിയുന്നില്ല എഡിറ്റ് ആക്കാൻ. അവള് തമ്പിക്കുന്നില്ല. എന്നെ ഒരു ബസ് തമ്പിക്കുന്നില്ല. അമ്മ കണ്ണ് തെറ്റുമ്പോ ഇത് ബായിലിടാൻ പോകുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ബലിക്കാൻ പോകുന്നു. അപ്പൊ അങ്ങനെ ഓളെ ബാക്കിൽ തന്നെയാണ്. അതുകൊണ്ട് എഡിറ്റൊക്കെ സമയം കിട്ടുന്നില്ല. അതാണ് വീഡിയോ എടുത്തു കൊടുക്കാത്ത ഉമ്മക്ക്. അതുകൊണ്ട് ഉമ്മാന്റെ ഫോണിൽ തന്നെ വീഡിയോ എടുക്കലാണ് ഇപ്പം. ഇത് ഉമ്മാന്റെ ഫോൺ ഇപ്പം ശരിയാക്കിയതേ ഇല്ലു. എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം ഉമ്മയുടെ അപ്പം ചുരുന്ന് തിരക്കിലാണ് നമ്മ ചുട്ടിട്ട്. അങ്ങനെ നമ്മളെ കായലിപ്പിട സെറ്റ് ചെയ്ത് നമ്മൾ ചായ കുടിക്കാനിരിക്കാണ്. കുഞ്ഞുണ്ട് ചായ കുടിക്കാൻ. കട്ടൻ ചായയും കായലപ്പവും മോളിതാ തിന്നാനും വേണ്ടിട്ട് കയ്യിലെല്ലാം പിടിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പം നമുക്ക് ചായ കുടിക്കാം.
പിന്നെ രാത്രി ആകുമ്പോൾ അപ്പുറത്തെ പെറുക്കിത്തെ കുഞ്ഞെല്ലാം വന്ന് പിന്നെ അവിടെ ഇരുന്ന് കളിക്കാമെന്ന് പിള്ളേരെല്ലാവരും എൻ്റെ മോളെ കളിപ്പിക്കാമെന്ന്. രാത്രി നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് കോഴിപ്പൊരിച്ചും പത്തലും പിന്നെ ഉച്ചക്കത്തെ ചോറും ഉണ്ടായിന്, കറിയും ഉണ്ടായിന്, എല്ലാം ഉണ്ടായിന്. അതെല്ലാം കൂട്ടി നമ്മൾ ചോറെല്ലാം കഴിച്ച് തിന്നെല്ലാം ചെയ്ത് പിന്നെ ആ പിള്ളേരെ ഏട്ടനും ഉണ്ടായിന്, അതായത് അനിയൻ്റെ ഫ്രണ്ടാണ്, ഫ്രണ്ടിൻ്റെ അനിയത്തിമാരാന്ന് എൻ്റെ കുഞ്ഞിനെ കളിപ്പിക്കുന്നില്ല ഉള്ളെന്ന്. അവരെപ്പോഴും വരും കുഞ്ഞിനെ കളിപ്പിക്കാനും വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ഞാൻ മുറ്റത്തെല്ലാം കീഞ്ഞ് ജസ്റ്റ് ഇങ്ങനെ നോക്കിയാലും ചെയ്ത്. അങ്ങനെ പുറത്ത് കീയലില്ല, മഗ്‌രിബിൻ്റെ സമയത്തൊന്നും നമ്മൾ പുറത്ത് കീയലേ ഇല്ല, ഉള്ളിൽ തന്നെയാണ്. നമ്മൾ പൊതുവേ പുറത്ത് എങ്ങനെയും കീയലില്ല. അപ്പം നമ്മളിവിടെ അനിയൻ ഇതിവിടെ ഉള്ളി മുറിക്കാന്ന്. എന്തെന്ന് വെച്ചെങ്കിൽ കടക്കാനായി 9:30 മണിയാവാനായി. ഉള്ളി മുറിക്കുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ നമുക്ക് നാളെ രാവിലെ ഉസ്താൻ്റെ ഫുഡാണ്. അപ്പോൾ അവരൊരു 8 മണിയാകുമ്പോൾ വരും. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം തയ്യാറാക്കിയിട്ട് കൊടുക്കണം. അപ്പം രാവിലെ 5 മണിക്ക് എണീക്കണം. അപ്പോൾ ഈ ഉള്ളി മുറിക്കലൊന്നും 5 മണിക്ക് എണീച്ച് നടക്കൂല, കയ്യിലേ ഇല്ല. അപ്പോൾ ഇപ്പോഴെ ഉള്ളിയെല്ലാം മുറിച്ച് വെച്ച് ഒരളവിലാക്കി വെക്കാന്ന് വിചാരിച്ച് പേസ്റ്റിലാക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്തേക്കാന്ന് വിചാരിച്ചിട്ടാണ് ഫുള്ള് റെഡിയാക്കിയിട്ട് കിടക്കാല. അപ്പോൾ അതാകുമ്പോൾ 5 മണിക്ക് എണീച്ചിട്ട് പിന്നെ കറി ഉണ്ടാക്കി, പത്തലുണ്ടാക്കി, പിന്നെ നെയ്പ്പത്തല, ദോശ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കണം. അത് 2 നേരം ഉണ്ടാക്കണം. അപ്പോൾ നമ്മളിപ്പോൾ സെറ്റാക്കി എടുക്കാൻ വേണ്ടിയൊക്കെയാണ്. കുഞ്ഞിറങ്ങുന്നായിരുന്നു കൊണ്ടാണ് ഞാനിത് ആക്കിയിട്ട് കിടക്കാമെന്ന് വിചാരിച്ചത്. ഞാനിത് റെഡിയാക്കാം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഉസ്താക്ക് ഫുഡാണ്. അപ്പം ഫുഡിൻ്റെ പാത്രവും കൊണ്ട് വന്നു. പാത്രം ഇടരുത്, ചായപാത്രം ഇടരുത്. ഇത് ഉമ്മ ഫില്ലാക്കിക്കൊണ്ടുണ്ട്. പത്തലും ചിക്കൻ കറിയും ദോശയാണ് നമ്മൾ ഉണ്ടാക്കിയത്. പിന്നെ നല്ല പാൽ ചായയാണ് കേട്ടോ ഉസ്താക്ക് ഉണ്ടാക്കി. അല്ലെങ്കിൽ 2 പാത്രം ഉണ്ടാവലുണ്ട് ഇതുപോലത്തെ. ഉസ്താമാർ കുറവായതുകൊണ്ട് ഒരു പാത്രമേ ഇല്ല. അല്ലെങ്കിൽ ഇങ്ങനത്തെ 2 എണ്ണം കൊണ്ടുവരുത്തുണ്ട്. 2ലും നിറച്ച് കൊടുക്കണം. ചായ അരിക്കാൻ അരിപ്പെല്ലാം കൈമ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇതാ അയ്യോ ഉമ്മ ഫില്ലാക്കി നിറച്ചു. ദോശയും കറിയും പത്തലും എല്ലാം നിറച്ച്. ഇതുപോലത്തെ ഇനിയൊരു പാത്രം കൂടി ഉണ്ടാക്കുന്നുണ്ട്, എന്താ അറിയില്ല. ഇന്ന് ഉസ്താമാർ കുറവായോണ്ട് ഈ ഒരു പാത്രം ഇല്ലു. ഇനി ആ ഒരു കോപ്പയിൽ ചായയും നിറക്കണം. എന്താ ചായയും നിറച്ചും ചായയും എന്നിട്ട് കൊടുക്കണം. അത് കാത്തിക്കുന്നുണ്ട്. ഉമ്മ കൊണ്ടി കൊടുക്കുന്നുണ്ട്. ഉമ്മക്ക് പൊന്തുന്നില്ല. മുറ്റത്തയാൾ വെയിറ്റ് ആക്കുന്നുണ്ട്. നമുക്ക് കൊണ്ടിക്കൊടുക്കാം. ഇവിടെ കഴിഞ്ഞപ്പോ